ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, നീ ആരെ വിളിക്കാനുള്ളേ? പ്രൈസ് ദി ലോർഡ്. സഹോദരൻ സുഖമായിരിക്കുന്നു കേട്ടോ. ഞാൻ ഇന്നൊരു സ്ഥലത്ത് ഒരു ചെറിയ ഡീക്കന്മാർക്കുള്ള ചെറിയൊരു ടോക്കിലുണ്ട്. പിന്നെ നമുക്ക് കുറവലങ്ങാട് കൺവെൻഷൻ കേട്ടോ. എന്റെ സഹോദരൻ കുറവലങ്ങാട് കൺവെൻഷൻ ഇന്ന് 28-ാം തീയതിയാണ് കൺവെൻഷൻ ആരംഭിക്കുന്നത്. 28 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയല്ലേ, ചൊവ്വ ബുധൻ വ്യാഴാഴ്ച കൺവെൻഷൻ ആരംഭിക്കും കേട്ടോ. 28-ാം തീയതി തുടങ്ങി 1-ാം തീയതി തീരുന്ന രീതിയിലാണ് കൺവെൻഷൻ. കുറവലങ്ങാട് നമ്മുടെ പരിശുദ്ധ മാതാവിന്റെ പാലാരൂപതയിലുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചാണ് കേട്ടോ. അപ്പൊ അത് വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പൊ നിങ്ങൾ ഈ കൺവെൻഷൻ വരുമ്പോൾ വെച്ചാൽ ഒന്ന് ഒരു തീർത്ഥാടനമാണ്, 2 കൺവെൻഷൻ കൂടുകയാണ് അല്ലെ. പരിശോധനയുടെ മുത്തിയമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ സഹായമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക, ശരിക്കും ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു ദേവാലയമാണല്ലോ. അതുകൊണ്ട് ആ കൺവെൻഷന് ആ ഒരു ദേശത്തിന് മാത്രം കൺവെൻഷൻ അല്ല, ഒരുപാട് പേര് പല സ്ഥലത്ത് നിന്ന് വരുന്നൊരു കൺവെൻഷനാണ്. അപ്പൊ കൺവെൻഷൻ നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ. ബഹുമാനപ്പെട്ട സേവർക്ക മട്ടാച്ചൻ കൺവെൻഷൻ നേതൃത്വം കൊടുക്കും, ഞാൻ ഒപ്പം സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്, എന്നറിയാമോ, ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് അവസാനം അങ്ങനെയല്ല, കൺവെൻഷൻ കൂടുമ്പോൾ ഫുള്ള് ദിവസങ്ങൾ കൂടണം, എന്നാലേ നമുക്ക് ദൈവകൃപ നമുക്ക് കൂടുതൽ പ്രാപിക്കാൻ വേണ്ടി പറ്റുള്ളൂ. 4 മണിക്ക് ജപമാല ആരംഭിച്ച് 4:30 വിശുദ്ധ കുർബാന ആരംഭിച്ച് തുടർന്ന് കൺവെൻഷൻ. അപ്പൊ കുർബാനയോട് കൂടി കൺവെൻഷൻ വന്ന് കൂടുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അറിയിക്കണം, ബാക്കിയുള്ള എല്ലാവരും അറിയിച്ച കൺവെൻഷൻ. കുട്ടികളുടെ പരീക്ഷയാണെന്ന് വിചാരിച്ച് വിഷമിക്കരുത്. പേരൻസ് വന്ന് കൺവെൻഷൻ കൂടിയാൽ കുട്ടികൾക്ക് അതിന്റെ ദൈവാനുഗ്രഹം കിട്ടിക്കോളും കേട്ടോ. കുട്ടികൾ മര്യാദയ്ക്ക് പഠിച്ചോളും. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ പിടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പ്രത്യേകിച്ച് എല്ലാവരുടെ നിയമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിട്ടില്ല, എല്ലാവരുടെ നിയമങ്ങൾക്ക് വേണ്ടി ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് ഹോസിയ പ്രവചനം 5-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചനമാണ്. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇഷ്ടമില്ലാതെ ഒരു ശല്യം പോലെ. ഒരു പക്ഷേ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചില ഫീലിങ്സ് ഒക്കെ ചിലരുടെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചില മനുഷ്യര് ചില കുടുംബത്തിൽ ചില അംഗങ്ങളൊക്കെ നമ്മളോടൊക്കെയുള്ള ചില പെരുമാറ്റത്തിൽ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ ഭാഗത്ത് തിരിച്ചുമായിരിക്കും കേട്ടോ. താല്പര്യം ഇഷ്ടമൊന്നുമില്ല, ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇതാ എപ്പോഴും ഒരു ശല്യമാണിത് എന്നൊക്കെ പറയുന്ന ഒരു ലെവലുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രായമായ പാരന്റ്സിനെ കുറിച്ചൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. ആ പാരന്റ്സിനൊക്കെ ഒരു സങ്കടം, ഒരു കഷ്ടമാണല്ലോ. ഏകദേശം ഇതിന് തത്തുല്യമായ ഒരു തിരുവചനഭാഗമാണ് ഹോസിയ ചാപ്റ്റർ 5:12. അതിന് പലപ്പോഴും ദൈവം പറയുന്നൊരു വചനമാണ്: എഫ്രായിമിന് ഞാനൊരു കീട പോലെയാണ്, യൂദാ ഭവനത്തിന് ഒരു വ്രണം പോലെ. എന്തൊരു വചനമാണ്! എഫ്രായിം അല്ലേ, എന്റെ പൊന്നോമനക്കുട്ടൻ, തെരഞ്ഞെടുക്കപ്പെട്ടവൻ, വാത്സല്യ ഭാജനം, യൂദാ അല്ലേ, എന്തൊക്കെ ഒരു സംഭവം, ഇസ്രായേൽ. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ദൈവവചനം പഠിപ്പിക്കുകയാണ്, ഇപ്പൊ എഫ്രായിമിന് ഞാനൊരു കീടം എപ്പോഴും ഒരു ശല്യമാണ് നമുക്ക് അല്ലേ. ചിന്തിച്ചു നോക്കിയേ, അതായത് നമ്മൾ ലൈറ്റ് ഇട്ട് ഉടനെ പ്രാണികളെല്ലാം കൂടെ വന്നു, നമുക്ക് ശല്യമാണ്. നമ്മൾ ചില ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, അത് പ്രാണി പറന്ന് വന്നു അല്ലേ, ശല്യമാണ്. പിന്നെ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്രണം അതെപ്പോഴും ഇങ്ങനെ പഴുത്തൊലിച്ച് ചലവൊക്കെ ആയിരിക്കും, നമുക്ക് ഒരു ശല്യമാണ്. അപ്പൊ ചില വ്യക്തികളെയൊക്കെ നമ്മൾ അതുപോലെ അങ്ങോട്ട് ഇതൊരു കീടമാണല്ലോ, ഇതൊരു ശല്യമാണല്ലോ, ഇതൊരു വ്രണമാണല്ലോ എന്നൊക്കെ പറയുന്ന പോലെ എന്ന് പറയുന്നത് പോലെ ദൈവം പറയുകയാണ്. എന്നാണെങ്കിൽ ദൈവം അങ്ങനെ വിഷമിച്ച് പറയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്. മനുഷ്യന്റെ അവസ്ഥ ദൈവം വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ദൈവം എന്ന് പറയുന്നത് ഇവർക്കൊരു കീടം പോലും വ്രണം പോലെ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം, ഇനിയിപ്പോ കൊന്ത ചെല്ലണം, ഇനിയിപ്പോ അത് ബൈബിള് വായിക്കണം, എന്തൊരു കഷ്ടമാണ്, സമയം രാത്രിയായി, കണ്ടോ പോണ പോക്കേ. ഏതാണ്ട് ഒരു നിയമമുണ്ട്, അതുകൊണ്ട് ചെല്ലു തീർത്തില്ലെങ്കിൽ വലിയ വിഷയമാകും, പോയില്ലേ. അപ്പൊ സ്നേഹത്തിന്റെ പുറത്തല്ലാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എന്താ, ഒരു കീടം പോലെയും ശല്യം പോലെയും ഇഷ്ടമില്ലാത്തതും വ്രണം പോലെയൊക്കെ മറ്റവർക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ പാരന്റ് കഴിച്ചോ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ, ശരിയല്ലേ, ചിന്തിച്ചു നോക്കിയേ. പക്ഷെ അതങ്ങ് സ്നേഹത്തിൽ കൊടുക്കുമ്പോഴോ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ട് ചില മനുഷ്യൻ ചെയ്യോ, ഈ ഇങ്ങനെയൊക്കെ ഒന്നും അല്ലായിരുന്നെങ്കിൽ, ശരിക്കൊരു ക്രിസ്ത്യാനിയൊക്കെ അല്ലായിരുന്നെങ്കിൽ ഇത്രയും ഫ്രീഡായിട്ട് അങ്ങ് ജീവിക്കായിരുന്നു അല്ലേ. ഇവിടെയല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ എന്തൊരു നിയമമാണ്. കണ്ടോ ശല്യം, വ്രണം, കീടം, ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് എന്റെ പ്രിയ, അത് എന്തൊരു മാരകമായ ചിന്തകളാണ്. ഒരു ഈശോനെ അറിയാൻ നമുക്കൊരു വിളി കിട്ടിയെന്നൊക്കെ പറയും, എന്ത് വലിയ ഗിഫ്റ്റാണ് അല്ലേ.
നിങ്ങളൊന്നും ആരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല, പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ചിലപ്പോൾ കാണാം. അപ്പം അതുകൊണ്ട് വചനം എല്ലാവരും പിന്നെ ചിലർക്ക് അത് ഫലദായകമാകും, ചിലർക്ക് ഒരു ശ്രദ്ധയ്ക്ക് കാരണമായിട്ട് തീരും. ഒരു പക്ഷെ നമുക്കൊരു മടുപ്പും ഒരു ചെകിടിപ്പും ഒരു സംഗതികളൊക്കെ പലപ്പോഴും ഒരു പ്രാർത്ഥനയ്ക്ക് സന്ധ്യമണി അടിച്ചല്ലോ അല്ലേ, അല്ലെങ്കിൽ കുർബാനയ്ക്ക് അങ്ങനെ നമ്മൾ പല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അത് അവസാനിപ്പിച്ച് ഇതിനെ പോകണം. അപ്പോൾ ഒരു ശല്യം പോലെ, കീടം പോലെ അല്ലേ. അതുകൊണ്ട് സ്നേഹത്തിന്റെ പുറത്ത് വേണം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ, നിയമത്തിന്റെ പുറത്തല്ല, സ്നേഹത്തിന്റെ പുറത്ത്. പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. പ്രാർത്ഥിക്കണേ, സ്തുതിക്കാവോ? ഹല്ലേലൂയ. നിങ്ങളിന്ന് സന്ധ്യ പ്രാർത്ഥനയുടെ സമയത്ത് 7:30 ഒന്ന് പ്രാർത്ഥിച്ചോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഡീക്കന്മാർക്ക് ഒരു അനുഗ്രഹമായി ശുശ്രൂഷ മാറാനായിട്ട്. സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവേ, അവിടുത്തെ വലിയ ശക്തി കൊണ്ട്, കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എന്റെ ദൈവമേ, കുറവിലങ്ങാട് കൺവെൻഷൻ അനേകർക്ക് വരാൻ ഇടവരട്ടെ, തടസ്സങ്ങളെല്ലാം മാറട്ടെ. കർത്താവ് ദൈവം പ്രത്യേകമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവ് ഞങ്ങൾ കൃപകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഓരോരുത്തരും മധ്യസ്ഥ പ്രാർത്ഥനകളെ എഴുതി സമർപ്പിച്ച മധ്യസ്ഥ പ്രാർത്ഥനകൾ ആശീർവദിക്കുന്നു. ഈ ടോക്കിന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളെ എല്ലാം ആശീർവദിക്കുന്നു. ഇങ്ങോട്ട് പല വിധത്തിൽ മധ്യസ്ഥ പ്രാർത്ഥിക്കുക, ഫോൺ വഴിയോ ലെറ്റർ വഴിയോ കോൺടാക്ട് ചെയ്തിരിക്കുന്ന ഓരോരുത്തരുടെ നിയമങ്ങളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഹൃദയത്തിലുള്ള നിയോഗങ്ങൾ കർത്താവായ ദൈവമേ, പ്രാർത്ഥിക്കാനായിട്ട് പുറത്ത് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവർ ഇതെല്ലാം ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ദുഷ്ടാരികളെ ബന്ധിക്കുന്നു, പൈശാചക്തികളെ തകർക്കുന്നു, തടസ്സങ്ങൾ വിട്ടുപോട്ടെ. ദൈവകൃപ ശക്തമായി നിങ്ങളുടെ മേലെ ആവസിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.